ഹായ്, ഇന്ന് നമുക്കൊരു ഡാനിഷ് ക്രൈം ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം. ഒരു കിഡിലൻ സിനിമ തന്നെയാണ്. എന്തായാലും സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കുക. സിനിമ ഞാൻ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് കണ്ടത്. ഇൻ കേസ് ഇതിൻ്റെ ലിങ്ക് ടെലിഗ്രാമിൽ നിന്ന് വല്ലതും കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തേക്കാം. ഞാൻ നോർമൽ സബ്ടൈറ്റിലൊക്കെ ഉപയോഗിച്ചാണ് കണ്ടത്. ഓക്കെ, അതോടെ മൈൻഡിൽ വെക്കുക. ഇനി സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേര് ലവിങ് അഡൽട്സ്. 2022 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഡാനിഷ് ക്രൈം ത്രില്ലർ സിനിമയുടെ ഒരു കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പോലീസ് കമ്മീഷണർ അദ്ദേഹം അന്വേഷിച്ച ഒരു കേസിനെ പറ്റി തൻ്റെ മകളോട് ഡിസ്കസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പങ്കുവയ്ക്കുകയാണ്. ആ ഒരു കേസ് എന്നുള്ളത് ഒരു ദമ്പതികളെ പറ്റിയാണ്. ഇപ്പം നമ്മുടെ നായകൻ്റെ പേര് എന്നുള്ളത് ക്രിസ്ത്യൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് എന്നുള്ളത് ലെനോറ എന്നൊക്കെയുള്ളതാണ്. അപ്പം സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ആക്സിഡൻ്റ് ആണ് കാണിക്കുന്നത്. ആക്സിഡൻ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നായകൻ ഒരു ലേഡിയെ ഇങ്ങനെ ജോഗിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മനഃപൂർവ്വം ഇടിച്ച് കൊല ചെയ്യുകയാണ്. അത് ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ് പോലെ ആക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടുന്നാണ് ഈ പോലീസ് കമ്മീഷണർ കഥ പറഞ്ഞ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ നായകനെ വെച്ചിട്ടാണ് ഈ കഥ പറഞ്ഞ് ആരംഭിക്കുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു ഇടിച്ച ലേഡി ആരാണ്, അല്ലെങ്കിൽ മരണപ്പെട്ട ലേഡി ആരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നായകൻ എങ്ങനെ എത്തി എന്നൊക്കെ തന്നെ അത്യാവശ്യം സസ്പെൻസ്ഫുള്ളായിട്ട് ഒക്കെ തന്നെ പറഞ്ഞു തരുന്നതാണ് സിനിമ എന്നുള്ളത്. ഈ സിനിമയുടെ കഥയെപ്പറ്റി തന്നെയാണ് ആദ്യമേ പറയേണ്ടത്. ഇത് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇത് പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്ലോട്ട് ട്വിസ്റ്റുകൾ പെട്ടെന്ന് എത്തുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. അത് നമ്മളിങ്ങനെ ഒരു രീതിയിൽ സിനിമ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഏതാണ്ട് ക്വിക്കായിട്ട് എന്തെങ്കിലും ടേൺ വരും. അത് കഴിഞ്ഞിട്ട് കഥ ഇങ്ങനെ മുന്നോട്ട് പോകും. ഇനി നമുക്ക് കാര്യം മനസ്സിലായി, സിനിമയുടെ കഥ മനസ്സിലായി എന്നിങ്ങനെ ഓർത്തിരിക്കും. അപ്പോൾ ചെറിയ നൈസ് ആയിട്ടുള്ള പ്ലോട്ട് ട്വിസ്റ്റ് വരും. അങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയുള്ള ഒരു ത്രില്ലിംഗ് സിനിമ തന്നെയാണ് ലവിങ് അഡൽട്സ് എന്നുള്ളത്. കൂടാതെ പെർഫോമൻസ് എന്നുള്ളൊരു കാര്യം എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. അതായത് ഇന്ന കഥാപാത്രം, ആ ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചില സർപ്രൈസുകളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ടത് നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഡാർ സലീം എന്ന് പറയുന്ന ആക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ലെനോറ എന്ന് പറയുന്ന വൈഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന സോഞ്ച റിച്ച്റ്റർ എന്ന് പറയുന്ന ആക്ട്രസ്. ഇതിലും നായികയുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. കാരണം ആ ഒരു അഭിനേത്രിയുടെ കഥാപാത്രത്തിന് ഒരുപാട് സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് ഒരുപാട് ഇമോഷൻസ് എഴുത്തിലൂടെ എത്തുന്നുണ്ട്. ഗംഭീരം എന്നല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ടു തന്നെ അറിയുക എന്താണ് ആ പ്രകടനം എന്നുള്ളത്. ഒരു രക്ഷയില്ലാത്തൊരു അന്യായ പ്രകടനമാണ് പുള്ളിക്കാരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ നായകൻ്റെ കാര്യം എടുത്തു പറയണം. കാരണം എല്ലാവർക്കും ഒരുപാട് വേരിയേഷൻസിലുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. എല്ലാം ഗംഭീരമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അത് കുറച്ച് ആർട്ടിസ്റ്റുകളോട് ഉണ്ട് കേട്ടോ. നിങ്ങൾ ബാക്കിയൊക്കെ ഉള്ളത് കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. കിഡു പെർഫോമൻസ് ആയിരുന്നു മൊത്തത്തിൽ എന്ന് പറയാൻ സാധിക്കും. ടെക്നിക്കലി എടുത്തു പറയേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സൗണ്ട് എന്നുള്ളൊരു കാര്യം. അത് BGM ആകട്ടെ, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനിങ് ആകട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നീറ്റായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. കൂടാതെ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം, ഈ രണ്ട് കാര്യങ്ങൾ ഒരു പ്രത്യേക ഒരു മൂഡ് സിനിമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡാർക്ക് മൂഡുണ്ട് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ. അത് ശരിക്കും ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ചിത്രത്തിൻ്റെ ഛായാഗ്രഹണത്തിനും അതുപോലെ തന്നെ മ്യൂസിക് വർക്കിനും ഒക്കെ തന്നെ സാധിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ BGM ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. വളരെ ഓരോ സീനിൽ നിന്നും ഓരോ സീനിലേക്ക് പോകുമ്പോഴത്തേക്കും ചില BGMസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു ത്രില്ലിംഗ് ഫീൽ തരും. അത് നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് ആകാംക്ഷയോടെ നോക്കിയിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഫീൽ തരുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ മ്യൂസിക് വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഛായാഗ്രഹണം ഒക്കെ തന്നെ ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഓവറോൾ പറയുമ്പോൾ അത്യാവശ്യം ടെക്നിക്കലി സ്ട്രെങ്ത് ഉള്ള ഒരു സിനിമയാണ്. സ്റ്റോറി വൈസിലും സ്ട്രെങ്ത് ഉള്ള സിനിമയാണ്. പെർഫോമൻസ് വൈസിലും സ്ട്രെങ്ത് ഉള്ള ഒരു സിനിമയാണ്. സോ ധൈര്യമായിട്ട് ക്രൈം ത്രില്ലർ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ആകെ കൂടി ഒരു അഭിപ്രായം തോന്നിയ ഒരു കാര്യം എന്നുള്ളത്, ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം വന്നൊന്ന് പറഞ്ഞാൽ മതി. ക്ലൈമാക്സിൽ നമ്മുടെ ഈ ഇൻസ്പെക്ടർ ക്യാരക്ടർ ഒരു ബോഡി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി പോലീസ് നായകയായിട്ട് ഒരു നദീ തടാകത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പരിശോധിച്ച് നടക്കുകയാണ്. അപ്പോൾ പട്ടി വന്നിട്ട് ഒരു ഡോഗ് സ്ക്വാഡിലെ നായ വന്നിട്ട് ഇങ്ങനെ ഒരിടത്ത് വന്നിട്ട് കുറച്ചുകൊണ്ടാക്കി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ പോലീസ് ഇൻസ്പെക്ടർ നോക്കുമ്പോൾ ഒരിടത്ത് ബോഡി കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് തന്നെ അറിയാം അവിടെ ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ അത് ഇങ്ങനെ മിസ്സാകുന്നു, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇന്നതാണ് സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ലോജിക്കലി നോക്കി കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവിടെ വെച്ച് തന്നെ ആ ഒരു ബോഡി പൊക്കി എടുക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. നിങ്ങൾക്ക് അങ്ങനെ വന്നു എന്ന് പറയുക. എനിക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നിയതാണ്. അത് മാത്രമാണ് എനിക്കൊരു അഭിപ്രായമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതും കൂടി എന്തെങ്കിലും വേറെ ഒരു രീതിയിൽ കുറച്ചുകൂടി ബ്രില്യൻ്റ് ആയിട്ട് ഒരു റൈറ്റിങ്ങിൽ കൊണ്ടുവരുമായിരുന്നെങ്കിൽ വേറെ ലെവലിലേക്ക് പോകേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടിയും ഇതുകൊണ്ടൊന്നും സിനിമ തകരില്ല. കാരണം അത്രത്തോളം ത്രില്ലിംഗ് ആക്കി നിങ്ങൾ ഒരു 1.25 മണിക്കൂർ ഇരുത്തുന്ന ഒരു സിനിമ തന്നെയാണ്. ധൈര്യമായിട്ട് കാണുക. പിന്നെ ഫാമിലിയായിട്ട് നടക്കില്ല. കാരണം ലവിങ് അഡൽട്സ് എന്നാണ് സിനിമയുടെ പേര് പോലെ തന്നെ ഇതിനുള്ളിൽ സെക്ഷൽ കണ്ടന്റ് എന്നുള്ളൊരു കാര്യം നല്ല രീതിയിൽ തോനെയുണ്ടെന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മെച്യൂറായിട്ടുള്ളവർ മാത്രം ഇരുന്ന് കാണാനും ശ്രമിക്കുക. ഈ സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 7 out of 10 ആണ് നൽകുന്നത്. 10-7. തീർച്ചയായിട്ടും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കണം. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്. ടാറ്റ.